മാഹിയിൽ ഗാന്ധിജി പ്രസംഗിച്ച് 85 വർഷം പൂർത്തിയായ ദിവസം ആ പരിപാടിയുടെ 85-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു റഹീം സാഹിബ് മാഹിയിലെത്തിയത്. അദ്ദേഹം ഗാന്ധിജി പ്രസംഗിച്ച ആ സ്ഥലത്ത് വെച്ച് തന്നെ അന്ത്യശ്വാസം വലിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാനൂരിൻ്റെ മുഖം എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും സാംസ്കാരിക മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ ഉത്കൃഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഞാൻ KP കുഞ്ഞിമൂസ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം ഏറ്റതായിരുന്നു. അത് പടയമ്പൊയിൽ തറവാട്ടിൽ വെച്ച് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ദിവസം രാവിലെ 10 മണിക്ക് അദ്ദേഹം വരാമെന്നേറ്റു. എന്നോട് പറഞ്ഞു, റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് ഒരുപാട് പരിപാടികളുണ്ടെങ്കിലും ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഞാൻ വരും. KPയെക്കുറിച്ച് ഞാൻ എഴുതിയ ലേഖനം പ്രസിദ്ധീകരിച്ച പുസ്തകമാണത്. വീണ്ടും ഞാൻ എൻ്റെ പുസ്തകത്തിൽ വേറെയും എഴുതിയിരുന്നു, അതുകൂടി പ്രസിദ്ധീകരിക്കണം. ഞാനുമായുള്ള ആത്മബന്ധം എന്നും രാവിലെ പുലർച്ചെ ഫോൺ ചെയ്യും റഹീം സാഹിബ്. എവിടെയായിരുന്നാലും അദ്ദേഹം ഫോൺ ചെയ്യും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സൗമ്യനായ, ഇത്രയും ആത്മാർത്ഥതയുള്ള, നിഷ്കളങ്കനായ, വിനയാന്വിതനായ ഒരു പ്രാസംഗികനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് കേരളത്തിൻ്റെ വലിയ ഒരു നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു. പരേതൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.